ഒരിക്കൽ ഇങ്ങനെ നടും, നമ്മളിങ്ങനെ വിത്താക്കിയിട്ട് നെല്ലാന്ന് ഇങ്ങനെ മൂർന്നെടുക്കുന്ന നെല്ലില്ലേ, ആ നെല്ല് നമ്മളിങ്ങനെ തറ പാകി അതിൻ്റെ അകത്ത് ചെളി വാരിയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഞാറ് പെയ്യും പോലെ പെയ്തിട്ട് നെല്ലാന്ന് ഇത് വിത്ത് മുളച്ചിട്ട് 29-30 ദിവസം ഒരു മാസം എത്തുമ്പോൾ നമ്മൾ പറിച്ച് ഇങ്ങനെ നടുക ചെയ്യുക. 90 ദിവസം എത്തുന്ന ശേഷം അത് ഓരോ വിള പോലെയാണ്. അതിങ്ങനെ കൊയ്തെടുക്കും. നമ്മൾ കൊയ്തെടുത്തിട്ട് മിഷ്യൻ വന്ന് കൊയ്യും, നമ്മളാൾ വന്ന് കൊയ്യും. അങ്ങനെ കൊയ്തെടുത്തിട്ടാണ് ഇത് നമ്മൾ കറ്റ മെതച്ച് എന്നിട്ട് മെതക്കുക എന്ന് പറഞ്ഞാൽ തല്ലുക, കല്ലുമ്മിലിട്ട് തച്ച് എന്നിട്ട് നല്ല ഫ്രഷാക്കി. ഇപ്പം ആൾക്കാർ കുറഞ്ഞതുകൊണ്ട് പ്രായമുള്ളവരില്ല, ചെളിയിലിറങ്ങാൻ നിങ്ങളെപ്പോലത്തെ ഇറങ്ങുന്നില്ലല്ലോ. അതുകൊണ്ട് ഇങ്ങനെ പ്രായമുള്ളവരില്ലാത്തതുകൊണ്ട് മിഷ്യനാണ് വന്നിട്ട് ഇതെല്ലാം ചെയ്യുന്നത് കേട്ടോ. എല്ലാവരും അങ്ങനെയാണ് ഇത് നെല്ലുണ്ടാവുന്നത്. എന്നിട്ട് അത് കൊണ്ടുപോയി മില്ലിൽ കൊയ്തെടുത്ത് വീട്ടുകാർ കൊണ്ടുപോയിട്ട് നമ്മൾ മില്ലിൽ നിന്ന് കുത്തി അങ്ങനെയാണ് അരി ഭക്ഷണം ഉണ്ടാക്കി നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. പെണ്ണാളെ കതിരാടും മിഴിയാളെ തമ്മിലത്തിടും മുമ്പേ കരിഞ്ഞ ചോര പറിച്ചാട്ടെ തകതക താത്തിനന്തക ചെയ്താരോ തകതിനന്തക ചെയ്താരോ താത്തിനന്തക തകതിനന്തക ചെയ്താരോ. ചിലക്കരയിലെ വേലക്ക് പോയപ്പോൾ ചിലത്ത കളകളി കണ്ടേ ഓലക്കുടക്കിഴെ നാലിക്കുരുത്തോല ഞണ്ടു കളിക്കണ കാഴ്ച കണ്ട് താനാ തന തനന്തിനന്താനോ താനാ തന തനന്താനോ താനാ തന തനന്തിനന്താനോ താനാ തന തനന്താനോ. നമ്മുടെ പാടങ്ങളുടെ എല്ലാം അവസ്ഥ മാറി. കാരണം എല്ലാ പാടങ്ങളും ഡിവൈഡ് ചെയ്ത് പോയി. എല്ലാ വീട്ടിലേക്കും റോഡുകൾ വേണം. നമ്മളെല്ലാ വീട്ടിലേക്കും റോഡുകൾ വേണം. റോഡുകൾ വന്നതുകൊണ്ട് തന്നെ ഇതിപ്പോൾ ഒരു കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് ലൈൻ റോഡാണിത്. ഈ റോഡ് ഈ വയലിൻ്റെ പാടശേഖരങ്ങളുടെ നടുവേ കൂടി പോയി. അതുകൊണ്ട് തന്നെ ഇതിനെ ഡിവൈഡ് ചെയ്ത് പോയി. അതിൻ്റെ പാർശ്വങ്ങളിലുള്ള പല കൃഷിസ്ഥലങ്ങളും ഉപയോഗശൂന്യമായി മാറിയതുകൊണ്ട് തന്നെ കൃഷിക്കാർ പലതും ഉപേക്ഷിച്ചു. പുതിയ തലമുറ ഇതിനകത്തേക്ക് മാറുന്നില്ലെങ്കിൽ നമുക്ക് ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നൊക്കെ അരി വരുന്നതുകൊണ്ടാണ് നമ്മളിന്ന് നെല്ലരിയുടെ ഭക്ഷണം കഴിക്കുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് കഴിക്കാൻ കഴിയില്ല. നെൽകൃഷി മാത്രമാണോ ചെയ്യാറുള്ളത്, അതോ ഇടവിള കൃഷിയെ മറ്റെന്തെങ്കിലും ചെയ്യാറുണ്ടോ? ഈ ഇടവിള കൃഷി ചെയ്യും. കാരണം നെല്ല് കൊയ്തതിന് ശേഷം ഏകദേശം ഒരു 3 മാസം മുതൽ 4 മാസം വരെ മൂപ്പുള്ള നെല്ലിനങ്ങളാണ് കൃഷി ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ 90 മുതൽ 120 ദിവസം വരെ ഉള്ള നെല്ലുകളാണ് സാധാരണ രീതിയിൽ കൃഷി ചെയ്യുന്നത്. അത് കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ രീതിയിലുള്ളതായിരിക്കും എന്നുള്ളത് കൊണ്ടാണ് ആ വിളദൈർഘ്യം ഉണ്ടാകുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ പാടശേഖരങ്ങൾ നമുക്ക് കന്നുകാലികളെ വളർത്തുന്നതിന് ആവശ്യമായ ചോളം കൃഷി ചെയ്യാറുണ്ട്. പിന്നെ നമുക്ക് പയർവർഗ്ഗങ്ങൾ കൃഷി ചെയ്യാം. കൃഷി ചെയ്യും. അല്ലാതെ മറ്റ് ഇതാണെങ്കിൽ ചെറിയ കാലത്തേക്കൊന്നും ഇപ്പോൾ നവംബർ കഴിഞ്ഞാൽ നവംബർ ഇത് കൂട്ടിയാൽ തന്നെ നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി 4 മാസം എങ്കിലും ഇതിന് മൂപ്പുണ്ടാവും. അപ്പോൾ 4 മാസം മൂപ്പ് കഴിഞ്ഞ് കൊയ്ത്ത് കഴിഞ്ഞ് ഇതൊക്കെ മാറിയതിന് ശേഷം വീണ്ടും കൃഷിസ്ഥലം ഒരുക്കിയിട്ട് വേണം നമുക്ക് അടുത്ത വിളയിലേക്ക് പോകാൻ. അപ്പോൾ പിന്നെ നമ്മൾക്ക് ജൂണിന് മുമ്പായിട്ട് നമുക്ക് മഴ പെയ്യും. അപ്പോൾ മാർച്ച് കഴിഞ്ഞാൽ ഏപ്രിൽ, മെയ്, ജൂൺ 2 മാസം 3 മാസത്തെ ഇടവേളയിൽ ചെയ്യാൻ പറ്റുന്ന കൃഷികളെ ചെയ്യാൻ പറ്റും. വളരെ ഹ്രസ്വകാല വിളവുകൾ.
എന്ന് പറഞ്ഞാൽ പയറാണ് ആകെ അതിനകത്ത് ചെയ്യാൻ പറ്റുക. പിന്നെ ഉള്ളത് നമ്മളെ പച്ചക്കറികൾ, വെള്ളരി വർഗ്ഗങ്ങൾ, അതുപോലെ തന്നെ പാവൽ, അങ്ങനെയുള്ള പച്ചക്കറികൾ കൂടി കൃഷി ചെയ്യാം. അല്ലാതെ വേറെയൊന്നും ഈ സ്ഥലത്ത് ചെയ്യാൻ പറ്റില്ല. യുവതലമുറ കൃഷി ചെയ്യാൻ താല്പര്യം കാണിക്കുന്നില്ല. ഇതിനെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? അത് യുവതലമുറ തന്നെയാണ് അതിന് ഉത്തരം പറയേണ്ടത്. എന്തുകൊണ്ട് നിങ്ങൾ താല്പര്യം കാണിക്കുന്നില്ല? അതിന് പ്രധാന കാരണം നമുക്ക് ഭക്ഷ്യ ആവശ്യത്തിനുള്ള നെല്ലരികളും അതുപോലെ അത്യാവശ്യ ഭക്ഷ്യോൽപ്പന്നങ്ങളും നമുക്ക് ഇഷ്ടം പോലെ പൊതു മാർക്കറ്റുകളിൽ ലഭ്യമാണ്. പുതിയ തലമുറ ചളി ഇതുപോലെയുള്ള കായികമായി അധ്വാനിക്കാനുള്ള അവരുടെ ശേഷി അല്ലെങ്കിൽ അവരുടെ താല്പര്യം കുറഞ്ഞു വരുന്നു. അതിന് പ്രധാന കാരണം നമുക്ക് ഭക്ഷണങ്ങൾ കൃത്യമായി നമ്മുടെ വീട്ടുകളിലേക്ക്, നമ്മുടെ കുടുംബങ്ങളിലേക്ക് എത്തിക്കുന്നു. അത് തന്നെ പാക്ക് ചെയ്ത് വരുന്ന നല്ല ഹൈജനിക് ഭക്ഷണങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പാക്കറ്റുകളിൽ കിട്ടുന്ന ഭക്ഷണങ്ങൾ നമ്മൾ ആശ്രയിക്കുന്ന ഒരു സമീപനം നമ്മുടെ പുതുതലമുറയിലും പഴയ തലമുറയിലേക്കും അത് പടർന്നു പോകുന്നു. അതുകൊണ്ട് തന്നെ ആരും ഇതിനകത്തേക്ക് വരുന്നില്ല. പിന്നെ ഈ മേഖല വളരെയധികം പ്രയാസം അനുഭവിക്കുന്ന ഒരു മേഖലയാണ്. ഒന്ന്, യഥാസമയത്ത് നമ്മുടെ കാലാവസ്ഥയിലുണ്ടായ വ്യതിയാനം കൃഷിയെ വളരെയധികം ബാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നെല്ല് അരി ഭക്ഷണം കഴിക്കുന്ന ആളുകൾ കാരണം നമ്മുടെ പൊതുസമൂഹം പലതരം രോഗങ്ങൾ അകപ്പെട്ട ആളുകളാണ്. എല്ലാവർക്കും ഡയബറ്റീസാണ്. അതുകൊണ്ട് ആർക്കും നെല്ലരി വേണ്ട. അത് നെല്ലരിയിൽ തന്നെ പലതരം അരികളുണ്ട്. തവിടിൽ ഉള്ള നെല്ലരി നമ്മളെ എല്ലാ രോഗങ്ങൾക്കും ഒരു പരിധി വരെ നല്ല ഔഷധം തന്നെയാണ്. ഒരുപാട് ജനുസുകളുണ്ട് അതിനകത്ത്. ഇപ്പം പണ്ട് രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന ഒരുപാട് നെല്ലുകളുണ്ട്. അത്തരം നെല്ലുകളെല്ലാം ഈൽഡ് വളരെ കുറഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾ ആ മേഖലയിൽ കൃഷി ചെയ്യുന്നില്ല. ഇവിടെ നമ്മുടെ കയമ, അതുപോലെ തന്നെ പണ്ടുള്ള നല്ല തരം വിത്തുകളൊന്നുമില്ല. ഇന്ന് അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ പൊതുവേ അതിൻ്റെ ടേസ്റ്റിൽ വ്യത്യാസമുള്ളതുകൊണ്ട് ആയിരിക്കും ആവശ്യമില്ല. പിന്നെ അത് പുതിയ തലമുറ അതിനോട് താല്പര്യമില്ല. നമ്മളെല്ലാം പുതിയ ഭക്ഷണങ്ങളാണ്. പൊറോട്ട അല്ലെങ്കിൽ ചിക്കൻ, അതുപോലെ തന്നെ നൂഡിൽസ്, അങ്ങനെയുള്ള ഭക്ഷണങ്ങളിലേക്ക് നമ്മൾ മാറിപ്പോയി. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ചിലപ്പോൾ ഇത്. പിന്നെ കാർഷിക മേഖലയിൽ സർക്കാർ പദ്ധതികളുണ്ടെങ്കിലും അതൊന്നും യഥാർത്ഥ രീതിയിൽ യഥാസമയം ജനങ്ങളിൽ എത്തുന്നില്ല, കർഷകരിൽ എത്തുന്നില്ല എന്നുള്ളതും ഒരു പ്രധാനം. ഇപ്പോൾ നെല്ല് സംഭരണം സർക്കാർ നടത്തുന്നുണ്ടെങ്കിലും യഥാസമയത്ത് നെല്ല് സംഭരണത്തിനുള്ള സാമ്പത്തിക സഹായം കർഷകർക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ പല സമയത്തും നഷ്ടത്തിലേക്ക് പോകുന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. പിന്നെ യന്ത്രവൽക്കരണം, നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ യന്ത്രവൽക്കരണം വളരെയധികം പ്രയാസമുള്ളതാണ്. കർഷക തൊഴിലാളികൾ കിട്ടുന്നില്ല എന്നുള്ളത് മറ്റൊരു കാരണമാണ്. അങ്ങനെ ഒരുപാട് കാരണങ്ങൾ ഈ മേഖലകളിലുണ്ട്. എത്ര മാസം കൊണ്ടാണ് ഈ നെൽച്ചെടി വളർന്ന് വിളവെടുപ്പിന് പാകമാകുന്നത്? പലതരം വിത്തുകളുണ്ട്, പലതരം നെല്ല് ഇനങ്ങൾ. അത് ആ ഓരോ നെല്ലിനത്തിൻ്റെ വ്യത്യാസത്തിനനുസരിച്ച് 120 മുതൽ 90 ദിവസമുള്ളുണ്ട്, 120 ദിവസമുണ്ട്, 140 ദിവസം വരെയുള്ള പല രീതിയിലുള്ള ഡ്യൂറേഷനിലുള്ള വിളകളുണ്ട്. അത് നമ്മൾ ചെയ്യുന്ന നെല്ലിൻ്റെ ഇനത്തിനനുസരിച്ചിട്ടാണത്. അപ്പോൾ ഒരു മധ്യകാല മൂപ്പുള്ളതെന്ന് പറഞ്ഞാൽ 120 മുതൽ 140 ദിവസം വരെയുള്ള വിത്തുകളാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്. അതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി വിളവ് കൂടുതൽ കിട്ടും എന്നുള്ളതാണ്. ഹ്രസ്വകാല വിളവുകൾ പൊതുവേ അതിനിടുന്ന ഈൽഡ് കുറച്ച് കുറവായിരിക്കും. മധ്യകാല മൂപ്പുള്ള ആളുകളാകുമ്പോൾ കുറേയും കൂടി ഈൽഡ് കിട്ടും. അതുകൊണ്ട് ഇവിടെ ഒരു 120 മുതൽ 140 ദിവസം വരെയുള്ള വിത്തിനങ്ങളാണ് നമ്മൾ സാധാരണ ഈ പ്രദേശങ്ങളിൽ കൃഷി ചെയ്തിരുന്നത്. നിലമൊഴുകുന്നത് മുതൽ വിളവെടുപ്പ് വരെ ഘട്ടം ഘട്ടമായി എന്തൊക്കെ ജോലികളാണ് നടക്കുന്നത്? ഒന്ന് വിശദീകരിക്കാമോ? നിലമൊഴുകുന്നത് നമ്മൾ സാധാരണ രീതിയിൽ പണ്ട് കാലങ്ങളിൽ കലപ്പയും ഉപയോഗിച്ച് കന്നുപൂട്ട്, അത് നമ്മൾ ഇന്ന് അന്യം നിന്ന് പോയ ഒരു കാര്യമാണ്. കന്നുപൂട്ടിലായിരുന്നു നേരത്തെ കൃഷി ചെയ്യുന്നത്. ഇന്നത് മാറി ഇപ്പോൾ നമ്മുടെ നാടൻ പ്രദേശങ്ങളിൽ, ഈ പ്രദേശങ്ങളിൽ ഏതാണ്ട് ഒരു സെമി യന്ത്രവൽക്കരണം വന്നിട്ടുണ്ട് എന്ന് നമുക്ക് പറയാം. ആദ്യം ട്രാക്ടറുകൾ ഉപയോഗിച്ച് ഒന്നാം വട്ടം ഇതൊക്കെ ഒരു പരുവപ്പെടുത്തിയതാണ്. ഇപ്പോൾ നിങ്ങളുടെ നേരെ മുന്നിലുണ്ട് പവർ ടില്ലർ. ആ പവർ ടില്ലർ ഉപയോഗിച്ച് രണ്ടാം ഘട്ടം നിലം വൃത്തിയാക്കുന്നു. അതിനുശേഷം യന്ത്രവൽക്കരണം കൃഷി ഞാറ് നടുന്നതിനുണ്ട്. പക്ഷേ നമ്മുടെ വയലുകൾ അത്ര സജ്ജമല്ലാത്തതുകൊണ്ട്, കാരണം എന്ന് പറഞ്ഞാൽ ഈ നീരൊഴുക്കുക എന്നൊരു പ്രധാന ഘടകമാണ്. ആവശ്യത്തിന് വെള്ളം ഉണ്ടാകുകയും അതുപോലെ തന്നെ അനാവശ്യമായ വെള്ളങ്ങൾ ഒഴിവാക്കുകയുള്ള സാധ്യത നമുക്ക് കുറഞ്ഞതുകൊണ്ട് നമുക്ക് യന്ത്രവൽക്കരണത്തിൽ കൂടി അത് നടത്താൻ ഈ പ്രദേശങ്ങളിൽ കഴിയുന്നില്ല എന്നുള്ളതുകൊണ്ട് സാധാരണ നമ്മുടെ ആളുകൾ തന്നെയാണ് ഇത് ചെയ്യുന്നത്.
പിന്നെ ഇതിപ്പോൾ നമ്മുടെ അന്യ സംസ്ഥാനങ്ങളിൽ വരുന്ന തൊഴിലാളികൾ ഉപയോഗിച്ചും നമ്മുടെ ഇവിടെ ഇപ്പം പിന്നെ ഇത് പറിച്ചു നടൽ, അതുപോലെ തന്നെ കൊയ്ത്ത്, മെതി നടക്കുന്നുണ്ട്. ഇതെല്ലാം വളരെ സാഹസികമായ രീതിയിലാണ് നടക്കുന്നത് എന്ന് പറയണം. കാരണം തൊഴിലാളികളെ കിട്ടാനില്ലാത്തത് ഒരു വലിയ കാരണമാണ്. അതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ തൊഴിലാളികളെ വെച്ച് ഒരുപാട് പാടശേഖരങ്ങൾ ഉണ്ടാകുമ്പോൾ വളരെ കുറഞ്ഞ ആളുകളേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഇത് പല ഘട്ടങ്ങളിലായി ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ട്. നമ്മുടെ കർഷകർ അനുഭവിക്കുന്ന പ്രധാന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? കർഷകർ അനുഭവിക്കുന്ന പ്രധാന പ്രശ്നങ്ങൾ, ഒന്ന് ആവശ്യത്തിന് പിന്നെ തൊഴിലാളികളെ കിട്ടുന്നില്ല എന്നുള്ളതൊരു വലിയ പ്രശ്നമാണ്. അതിന് പുറമെ നമ്മളെ കാലാവസ്ഥ കർഷകർക്ക് വളരെയധികം പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നതാണ്. പിന്നെ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ല് യഥാസമയത്ത് ആവശ്യമായ രീതിയിൽ സംഭരിച്ചു വെച്ചാലും അത് വിൽപ്പന നടത്താനും ഉള്ള സൗകര്യങ്ങൾ വളരെ പരിമിതമാണ്. പിന്നെ അതിന് പുറമേ ഉള്ളത് നമ്മുടെ പിന്നെ യന്ത്രവൽക്കരണം ഭാഗികമായി മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്നത് കർഷകർ അനുഭവിക്കുന്നത് തൊഴിലാളി ക്ഷാമം തന്നെയാണ്. തൊഴിലുറപ്പ് പദ്ധതികൾ നമ്മുടെ നാട്ടിൽ വളരെ സജീവമായി ഉണ്ടെങ്കിലും ഈ മേഖലയിൽ, കാർഷിക മേഖലയിൽ നിന്നുള്ള നെൽകൃഷി പിന്നെ മേഖലയിൽ അത്തരം തൊഴിലാളികളെ ഉപയോഗപ്പെടുത്താൻ നമ്മുടെ നിയമം അനുവദിക്കുന്നില്ല എന്നതുകൊണ്ട് ഏറ്റവും പ്രയാസം അനുഭവിക്കുന്നത് ഒന്ന് തൊഴിലാളികളുടെ ദൗർബല്യം, രണ്ടാമത് കാലാവസ്ഥയിലുണ്ടാകുന്ന വ്യതിയാനം, രണ്ടാമത് ഈ പുതിയൊരു ഇതായി വരുന്നത് പിന്നെ നമ്മൾ കീടങ്ങൾ, അതുപോലെ തന്നെ മറ്റ് ജീവികൾ, പന്നി ശല്യമുണ്ട്, അതുപോലെ തന്നെ മറ്റ് പിന്നെ പക്ഷികൾ പിന്നെ നെൽകൃഷിയെ വല്ലാത്ത രീതിയിൽ ബാധിക്കുന്നുണ്ട്. വിത്ത് ഇറക്കി കഴിഞ്ഞാൽ അത് പിന്നെ മുഴുവനും പ്രാവുകൾ പൊറുക്കിക്കൊണ്ടുപോകുന്ന ഒരു വലിയ അവസ്ഥയുണ്ട്. ഒരു 5 പ്രാവശ്യം ഇട്ടിട്ടാണ് ഇപ്പോൾ ഈ പ്രാവശ്യം നമുക്ക് ആവശ്യത്തിലുള്ള വിത്ത് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളെടുത്ത് നടുമ്പോൾ എനിക്കൊരു പ്രയാസം ഉണ്ടായി. രാസവളമോ ജൈവവളമോ ഏതാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്? രാസവളം ഉപയോഗിക്കുന്നുണ്ട്, ജൈവവളം ഉപയോഗിക്കുന്നുണ്ട്. ജൈവവളം ഉപയോഗിച്ച് മാത്രം കൃഷി ചെയ്യുമ്പോൾ ഒന്ന് ജൈവവളത്തിൻ്റെ ഈൽഡ്, അതിന് വിളവിൽ വ്യത്യാസമുള്ളതുകൊണ്ട് രാസവളങ്ങളും ഉപയോഗിക്കാറുണ്ട്. രാസവളങ്ങൾ ഉപയോഗിച്ചില്ലെങ്കിൽ വിളവ് വളരെ കുറഞ്ഞ രീതിയിൽ മാത്രമേ കിട്ടൂ. പിന്നെ ജൈവവളത്തിന് കൂടുതൽ കോസ്റ്റ്ലിയാണ്. എന്ന് പറഞ്ഞാൽ ജൈവവളം നമ്മുടെ നാട്ടിലിപ്പോൾ ഉള്ളത് ചാണകം അതുപോലെയുള്ള വളങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അല്ലാതെ ജൈവവളങ്ങൾ വാങ്ങിയിട്ട് ഒന്നിത് മണ്ണിൽ ഈ വെള്ളത്തിന് നിയന്ത്രിച്ചുകൊണ്ടേ ഇത് ചെയ്യാൻ കഴിയുള്ളൂ. ഇപ്പോൾ രാസവളം ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ജൈവവളം ഉപയോഗിക്കുന്നുണ്ട്. രണ്ടും കൂടി ആയി സമ്മിശ്ര രീതിയിൽ ഉപയോഗിച്ചാൽ മാത്രമേ കൃഷി ഒരു പരിധിവരെ ലാഭകരമാക്കാൻ കഴിയുള്ളൂ. ഇവിടെ രണ്ടും ഉപയോഗിക്കും. വിളവെടുപ്പിന് ശേഷം സ്വന്തം ആവശ്യത്തിനാണ് ഈ നെല്ലുകൾ ഉപയോഗിക്കുന്നത്? സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കൂ, പക്ഷേ മുഴുവനും സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കാൻ ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു കുടുംബത്തിന് ഉപയോഗിക്കുന്നതിൽ കൂടുതൽ കൃഷി ഇവിടെ ഉണ്ട്. അപ്പോൾ ഒരു കുടുംബത്തിനല്ല, ഇത് കൊയ്തെടുത്തതിൻ്റെ ഇത് പിന്നെ നമ്മുടെ ആ കുടുംബങ്ങളിൽ മറ്റ് കുടുംബങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മറ്റാളുകൾക്ക് വേണമെങ്കിൽ കൊടുക്കും. അത് കഴിഞ്ഞാൽ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ പിന്നെ സംസ്ഥാനത്ത് നെല്ല് സംഭരണം നടത്തുന്നുണ്ട്. സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് സംഭരണത്തിന് നെല്ല് കൊടുക്കും. അങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നത്. നമ്മുടെ കുട്ടികൾ ഇവിടെ എത്തി അവരിതുവരെ കേട്ടറിഞ്ഞ കാര്യങ്ങളായിരുന്നു. അതിപ്പോൾ സ്വയം അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. ഞാറ് നടുന്നത് എങ്ങനെ, ഒരു വയലിലിറങ്ങി എങ്ങനെ ചെയ്യാന്നുള്ളതും ശരിക്കും അവർ നന്നായിട്ട് എൻജോയ് ചെയ്തു. ആ ഒരു കാര്യം അവരിതുവരെ കേട്ടറിഞ്ഞത് മാത്രമായിരുന്നു. ആരും വയലിലേക്ക് വന്നിട്ടോ വയലിൽ നിന്നിട്ട് ഞാറ് നട്ടിട്ടോ ഇല്ലായിരുന്നു. അതുപോലെ തന്നെ നമ്മളും അങ്ങനെ തന്നെയാണ്. പിന്നെ നമ്മുടെ കുട്ടികൾക്ക് അവരുടെ ചോദ്യങ്ങൾക്കുള്ള എല്ലാ ഉത്തരങ്ങളും കൃത്യമായിട്ട് പറഞ്ഞു തന്ന രാജേട്ടന് ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയുകയാണ്. ശരി.